ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 25 ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. ശുക്രൻ ഇപ്പോൾ ഉച്ചരാശിയായ മീനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. മാർച്ച് 25 ആ ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുന്നു. ഏപ്രിൽ 18 വരെ ആ ശുക്രൻ മേടം രാശിയിലുണ്ടാകും. ശുക്രൻ എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കലാബോധത്തിൻ്റെയും വിവാഹം, ദാമ്പത്യബന്ധം, ലൗകിക സുഖം, ആഡംബര ജീവിതം ഇവയുടെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. ഇപ്പം മേടം രാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത്. മേടം രാശി അഗ്നി രാശിയാണ്, ചൊവ്വയുടെ രാശിയാണ്. ഇപ്പോൾ ചൊവ്വയുടെ രാശി എന്ന് പറയുമ്പോൾ ധൈര്യം, വീര്യം, ഊർജ്ജസ്വലത, വികാരാവേശം, ക്ഷിപ്രകോപം, തർക്കങ്ങൾ ഇവയുടെയൊക്കെ സ്വഭാവമുള്ള കുജൻ്റെ രാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത്. അപ്പോൾ കുജൻ്റെ രാശിയിലേക്ക് ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു പേഴ്സണൽ തലത്തിൽ സൗന്ദര്യബോധം, പ്രണയ അഭിലാഷം, അതുപോലെ ഈ പ്രണയം പ്രകടിപ്പിക്കുന്നതിനുള്ളൊരു ധൈര്യം, അതുപോലെ തന്നെ വികാരാവേശം, സുഖ താല്പര്യങ്ങളൊക്കെ കൂടുന്ന സമയമായിരിക്കും. ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം, ക്ഷമയില്ലായ്മ, അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. ഇത്തരം അവസ്ഥകൾ ആ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ ഉണ്ടാകാം. ഇപ്പം ജാതകത്തിൽ ശുക്രൻ്റെയും കുജൻ്റെയൊക്കെ ഭാവാധിപത്യവും സ്ഥിതി, യോഗം, മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും ശുക്രൻ 2ഉം 7ഉം ഭാവാധിപനാണ്. 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മ ലഗ്ന രാശിയിലേക്കാണ് മാർച്ച് 25 രാശി മാറുന്നത്. ഏപ്രിൽ 18 വരെ ആ ജന്മരാശിയിൽ ശുക്രൻ ഉണ്ടാകും. പ്രത്യേകിച്ച് 2ഉം 7ഉം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങൾ, നമ്മുടെ സംസാരം, അതുപോലെ സമ്പാദ്യം, നമ്മുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈല്, ഫാമിലി ലൈഫ്, വിവാഹം, ദാമ്പത്യബന്ധം, പങ്കാളിത്ത വ്യാപാരം, ഇപ്പം യാത്രകൾ, അതുപോലെ ഷോപ്പിംഗ്, ഇവയൊക്കെ തന്നെ ഈ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം സ്വാധീനിക്കപ്പെടും. പ്രത്യേകിച്ച് 2ഉം 7ഉം ഭാവാധിപൻ, 7ആം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ്. ഇപ്പം കേന്ദ്ര ഭാവാധിപനായിട്ടുള്ള ശുക്രൻ കേന്ദ്രത്തിൽ വരികയാണ്, ലഗ്നത്തിൽ വരുന്നു, അല്ലെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂറുകാർക്ക് ഒരു സൗന്ദര്യബോധം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രണയചിന്തകൾ കൂടാൻ സാധ്യതയുണ്ട്. പേഴ്സണൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ ചില മാറ്റങ്ങൾ ഈ കൂറുകാർക്ക് കൊടുന്നതിനെ ഉണ്ടാകാം. അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. പബ്ലിക്കിൻ്റെയൊക്കെ അപ്രസിയേഷൻ, പ്രീതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ നമുക്ക് സന്താന ലാഭത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ധനവരവ് കൂടുന്നതിനുള്ള പരിശ്രമം ഈ സമയത്തുണ്ടാകും. കുടുംബ ബിസിനസ്സിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. കുടുംബ കാര്യത്തിലും കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമായിരിക്കും. ഇപ്പോൾ ചിലർക്ക് വിവാഹ ആലോചനകൾ വരുന്നതിന് സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയത്തിനും സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ജന്മരാശിയിലേക്ക് വരുന്ന ആ ശുക്രൻ 7ആം ഭാവാധിപനാണ്, 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു.
ചിലപ്പോൾ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കണ്ട് പരിചയമുള്ള അടുപ്പമുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹ ആലോചനയൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. ദാമ്പത്യ ബന്ധത്തിൽ ശരി തെറ്റുകൾ തിരിച്ചറിയാനാവുന്ന സമയമായിരിക്കും. ദാമ്പത്യ ബന്ധം പൊതുവെ സന്തോഷകരമാകും. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക്, ഷോപ്പിങ്ങിന് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ അല്പം കെയർ വേണം. ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം, സൗന്ദര്യബോധം, അതുപോലെ ചിലർക്ക് വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അനുകൂല സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ വീട്ടിലൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. കുടുംബ ബിസിനസ്സിലൊക്കെ ഫോക്കസ് കൂടും. പൊതുവെ നമുക്ക് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. കലകളിലൊക്കെ ഇപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ കലാബോധം കൂടുന്ന സമയമാണ്. അതിൽ അവർക്ക് മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ സംഗീതം, ഡ്രാമ, അതുപോലെയുള്ള ഗാനാലാപനം, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പൊതുവെ സുഖം, സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ചില ഭാഗ്യ അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. ജീവിത പങ്കാളി വഴിയൊക്കെ ചില ഗുണാനുഭവം ഉണ്ടാകാം. ജീവിത പങ്കാളിയുടെ സ്വാധീനമൊക്കെ കൂടുന്ന സമയമായിരിക്കാം. ഇപ്പം കുജൻ്റെ രാശിയിലൊക്കെ ആയതുകൊണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ഈ ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ശുക്രൻ. അതുപോലെ തന്നെ 6ാം ഭാവാധിപനുമാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25-ന് അത് 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ഏപ്രിൽ 18 വരെ ഈ ശുക്രൻ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. ശുക്രൻ 6ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ലേക്കൊക്കെ വരുന്നു. പ്രത്യേകിച്ച് ശുക്രൻ 12ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സുഖച്ചെലവൊക്കെ കൂടുന്നതിന് സാധ്യത ഉള്ള സമയമാണ്. അതുപോലെ തന്നെ ദൂരയാത്രകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് പ്ലാൻ ചെയ്യാം, പ്രത്യേകിച്ച് വിദേശ യാത്രകൾ. അതുപോലെ ഷോപ്പിങ്ങിന്, ആത്മീയ കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ ഫോക്കസ് കൊടുക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചിലരെ സംബന്ധിച്ചിടത്തോളം ധ്യാനം, ഉപാസനാദി കാര്യങ്ങൾ അതുവഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. സ്പിരിച്വാലിറ്റിയിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് മാനസികമായിട്ട് ഒരു സ്ട്രെസ് കുറയാവുന്ന സമയമായിട്ട് ആ ശുക്രൻ്റെ രാശിമാറ്റത്തെ നമുക്ക് കാണാം. സുഖ അന്വേഷണം ഈ സമയത്ത് ഉണ്ടാകും. സുഖ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെർച്ച് ഈ സമയത്തുണ്ടാകും. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള അസോസിയേഷൻ, അതുപോലെ ചില രഹസ്യബന്ധങ്ങൾ, സീക്രട്ട് അഫെയർസ്, ഇവയിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധ കൊടുത്ത് പോകണം. സുഖച്ചെലവ് കൂടാവുന്ന സമയമാണ്. ധനവ്യയത്തിൽ നമ്മൾ ഒരു കരുതൽ വേണം. പ്രത്യേകിച്ച് ശുക്രൻ 12ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ആഗ്രഹം സാധിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ഉള്ള ശ്രമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെലവ് കൂടാനുള്ള ഒരു സ്ഥിതിയും കൂടെ നമുക്ക് കാണുന്നു. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് ശുക്രൻ 12ലേക്ക് വരുമ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള വ്യയം കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം ശുക്രൻ 6ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അപ്പോൾ അത് നമുക്ക് ഈ 6ാം ഭാവാധിപൻ 12ൽ വരിക എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം ഉണ്ടാകും. അതുപോലെ 6ാം ഭാവാധിപൻ, അതായത് നമ്മുടെ സേവനത്തിൻ്റെ സ്ഥാനമാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6ാം ഭാവാധിപൻ 12ലേക്കൊക്കെ വരുമ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. ചില നേട്ടങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാം.
അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ആ തൊഴിലിടത്തൊരു സുഖാനുഭവം ഉണ്ടാകുന്നതിനൊക്കെ ഈ 6-ാം ഭാവാധിപനായ ശുക്രൻ 12-ൽ വരുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കേസുകൾ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യവഹാരത്തിൽ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 6-ാം ഭാവാധിപൻ 12-ലാകുന്നത് കൊണ്ട് വിദേശത്തൊക്കെ സേവനം, അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ സമയത്തുണ്ടാകും. വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ 12-ലെ ശുക്രൻ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ശുക്രൻ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6-ാം ഭാവാധിപനാണ് ശുക്രൻ. ഈ 12-ൽ നിന്നിട്ട് ശുക്രൻ 6-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗുരുവും 6-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് ഈ തൊഴിലിടത്തൊക്കെ ശത്രുക്കളുടെയൊക്കെ ശല്യമൊക്കെ കുറയും. അതുപോലെ തൊഴിലിടത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെയൊക്കെ എതിർലിംഗക്കാരുടെയൊക്കെ ഫേവേഴ്സ് കിട്ടാൻ സാധ്യതയുള്ള സമയം കൂടെയാണ് നമ്മുടെ മനസ്സിലാക്കുക. എങ്കിലും നമ്മൾ തൊഴിലിടത്തൊക്കെ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കെയറൊക്കെ വേണം. അവരുടെ ചതിയിലൊക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാൻമാർഗികമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഈ സമയത്തുണ്ടാകണം. പഴയ ബന്ധങ്ങളെ ചൊല്ലിയുള്ള ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പല അമിതമായിട്ടുള്ള ചിന്തകൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അത് മുഖാന്തരമുള്ള ഉറക്കക്കുറവ്, സ്ലീപ്പിംഗ് പ്രോബ്ലമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് വായ്പകൾ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പൊതുവേ നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം സുഖകരമാകുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. അതേസമയം ഈ സമയത്ത് അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിന് ഒരു ശ്രദ്ധ ഈ സമയത്ത് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകണം. ഇനി മിഥുനക്കുറുകാർക്കും മിഥുനലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാവും നോക്കാം. മിഥുനക്കുറുകാർ എന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുനലഗ്നക്കാർക്കും ശുക്രൻ 5-ാം ഭാവാധിപനാണ്, അതുപോലെ 12-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25-ന് അവരുടെ 11-ലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത്. 11-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് അടുത്ത ഏപ്രിൽ 18 വരെ ആ ശുക്രൻ 11-ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കാണ് ആ ശുക്രൻ്റെ രാശിമാറ്റം. അപ്പോൾ നമുക്ക് ചില അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം. പൊതുവെ ലാഭത്തിൻ്റെ സ്ഥാനമാണ്, സൗഹൃദങ്ങളുടെയും സോഷ്യൽ റിലേഷൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ 11-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പല തലങ്ങളിൽ നമുക്ക് നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഈ 11-ലെ ശുക്രൻ നൽകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നേരായ മാർഗങ്ങളിലൂടെ ധനാഗമം വരുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം, ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയം, അതിനുള്ള ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ ഫോറിൻ റിലേഷൻ വഴി ചിലപ്പോൾ ചിലർക്ക് ധനനേട്ടം ഈ സമയത്തുണ്ടാകാം. മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് വരാം. അതുപോലെ തന്നെ ബിസിനസ്സിൽ നമുക്ക് ഫോക്കസ് കൂടാവുന്ന സമയമാണ്. എങ്കിലും 12-ാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് ഈ 12-ാം ഭാവാധിപൻ 11-ലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ 12-ന്റെ 12ആണ് ആ 11-ാം ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് നേരിട്ടിട്ടുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം ശുക്രൻ 5-ാം ഭാവാധിപനും കൂടിയാണ്. 5-ാം ഭാവാധിപൻ 11-ലേക്ക് വരുന്ന സമയം എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ വഴി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ 5-ന്റെ 7ആണ് ഈ 11 എന്ന് പറയുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ സന്താനങ്ങളുടെ വിവാഹാലോചന, ചിലപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹാലോചനയൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11-ലേക്ക് വരിക വഴി ഉണ്ടാകുന്നത്. 5-ാം ഭാവാധിപനായ ശുക്രൻ ആയതുകൊണ്ട് കലാകാരന്മാർക്ക്, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, ഫിലിം പ്രവർത്തകർക്ക് ഒക്കെ തന്നെ
ആ പ്രവർത്തന മികവ്, നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക്, അതിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലും ചില ഗുണാനുഭവം ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11-ൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ പഠിതാക്കൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ ജ്യേഷ്ഠ സഹോദരൻ വഴിയൊക്കെ ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, ഇവയിൽ നിലവിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും അത് മുഖാന്തരം നമുക്ക് ഈ സൗഹൃദങ്ങൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ ചില ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. ചിലർക്ക് ഈ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് തന്നെ ചില പ്രണയാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്. അതുപോലെ പ്രണയബന്ധം വഴിയും നമുക്ക് ചില നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ചിലരെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾ വഴി സഡൻ ഗെയിൻ ഉണ്ടാകും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രണയബന്ധമൊക്കെ പൊതുവെ സ്മൂത്താകാവുന്ന സമയമാണ്. കലാകാരന്മാർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ ഈ സമയത്ത്, എന്തെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ അപ്രസിയേഷനൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 12-ാം ഭാവാധിപൻ 12-ന്റെ വരുമ്പോൾ നമുക്ക് വ്യവഹാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. അതുപോലെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനും ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ 12-ൽ വരുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി കർക്കിടകക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. കർക്കിടകക്കാരെന്ന് പറയുമ്പോൾ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അതുപോലെ പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ കർക്കിടകക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ 4-ാം ഭാവാധിപനാണ്, അതുപോലെ 11-ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 4ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25-ന് കർമ്മസ്ഥാനത്തേക്ക് 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 18 വരെ ആ ശുക്രൻ 10-ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 10-ൽ നിന്ന് 4 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 4-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുള്ള സമയമാണ്. അതുപോലെ 11-ാം ഭാവാധിപനായ ശുക്രൻ 10-ൽ വരിക എന്ന് പറയുമ്പോൾ ബിസിനസ് വഴി നമുക്ക് വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തൊഴിലിൽ നമുക്ക് സന്തോഷ അനുഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. തൊഴിലിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അവർക്ക് ഒരു സാലറി ഹൈക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയോ ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സഹായം ചിലപ്പോൾ ബിസിനസ്സിലായാലും തൊഴിലിലായാലും അതിൻ്റെ ഉയർച്ചയ്ക്ക് അവരുടെ സഹായം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ആ തൊഴിലിടത്തൊക്കെ സുഖം സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ ശുക്രൻ കർമ്മരാശിയിലൊക്കെ രാശി മാറുക വഴി ഉണ്ടാകും. തൊഴിലിടത്ത് നമുക്ക് നമ്മുടെ ആ തൊഴിലിൻ്റെ നമ്മുടെ ആ പ്രവർത്തനത്തിന് ഒരു എന്തെങ്കിലും സമ്മാനങ്ങൾ അല്ലെങ്കിൽ അവാർഡൊക്കെ തൊഴിലിടത്ത് കിട്ടാൻ പ്രൈസ് മണിയൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം ഈ 10-ൽ ശുക്രൻ വരിക വഴി ഉണ്ടാകും. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ അതുപോലെ യശസ് ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. പൊതുജനങ്ങളിൽ നിന്ന് ഒരു അപ്രിസിയേഷൻ, പ്രീതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. കലാമേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പൊതുവെ ഫിലിം പ്രവർത്തകർക്ക് ഒക്കെ തന്നെ നമുക്ക് ഒരു ആദരവ്, അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിടത്ത് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ശുക്രൻ 4-ാം ഭാവാധിപനും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 4-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുകയാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ബിൽഡേഴ്സിന് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. ഉയർന്ന പദവി അല്ലെങ്കിൽ വിജയം ഒക്കെ, ശത്രുക്കളുടെ മേൽ വിജയമൊക്കെ നേടാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിടത്തൊക്കെ തന്നെ ശത്രുതയൊക്കെ കുറയും. ഒരു കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ഒരു ബന്ധമൊക്കെ സ്ഥാപിക്കാൻ കഴിയുന്ന സമയമാണ്. ശുക്രൻ 4-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ മാതൃബന്ധമൊക്കെ സന്തോഷകരമാകുന്ന സമയമായിരിക്കും. കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 10 നിൽക്കുന്ന ശുക്രൻ 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ശുക്രൻ 4ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ സുഖസൗകര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്നതിനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. നമ്മുടെ കുടുംബ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഫോക്കസ് കൂടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. അതുപോലെ ശുക്രൻ 4ന്റെ 7ലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് മാതാവിനൊക്കെ അവരുടെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ആ പൊതുപ്രവർത്തനം വഴിയൊക്കെ ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പബ്ലിക് ട്രസ്റ്റുകൾ, അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവെ പൊതുജനപ്രീതി കൂടുന്ന സമയമായിരിക്കും ഈ ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുക വഴി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.